Praise the Lord. I was waiting on the Lord for a word for this Sunday. ദൈവത്തിന് മഹത്വം. ഈ ഞായറാഴ്ചയ്ക്കായിട്ട് ദൈവത്തിൽ നിന്നൊരു വാക്ക് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. And the Lord gave me one word at a time. ദൈവം ഒരു സമയത്ത് എനിക്ക് ഒരു വാക്ക് തന്നെ നൽകിക്കൊണ്ടിരുന്നു. So it started with sowing, cultivating, nurturing, storing up and treasures. അതിപ്രകാരമായിരുന്നു വിതയ്ക്കുക, കൊയ്യുക, വളർത്തുക, സംഭരിക്കുക, നിക്ഷേപം. And we will cultivate what we really value and what we really treasure. നാം യഥാർത്ഥത്തിൽ മൂല്യം കൽപ്പിക്കുന്ന കാര്യത്തെ നാം തീർച്ചയായും വളർത്തുകയും അതിനെ നിക്ഷേപമാക്കുകയും ചെയ്യും. In the past few weeks, the Lord powerfully ministered to us and revealed His heart for us. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ദൈവം വളരെ ശക്തമായി നമ്മോട് ഇടപെടുകയും ദൈവത്തിൻ്റെതായിട്ടുള്ള ഹൃദയം നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. He taught us about the provision of a heart of flesh from the heart of stone. അപ്പോൾ കല്ലായിട്ടുള്ളതായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് അതിനെ എടുത്തു മാറ്റി മാംസമായിട്ടുള്ള ഹൃദയത്തെ നൽകുമെന്ന് ദൈവം പറയുകയുണ്ടായി. He taught us about the provision of a clean heart. ഒരു വിശുദ്ധമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഹൃദയത്തെ നമ്മിൽ സൃഷ്ടിക്കുമെന്നുള്ള ദൈവം പറയുന്നതും നാം കേട്ടു. And the provision for healing for those who are feeling rejected. അതോടൊപ്പം തന്നെ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്കുള്ള സൗഖ്യത്തെക്കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. Praise God for the word in the season. ഈ തക്കതായിട്ടുള്ള വചനം ഈ കാലത്ത് നമുക്ക് ലഭിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. And today I believe the Lord wants to minister to us to keep our hearts in the right place. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഹൃദയം യഥാർത്ഥ സ്ഥാനങ്ങളിൽ തന്നെ ഉറപ്പിച്ചു നിർത്തേണ്ടതിനെ കുറിച്ച് ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നു. The question we will ask is, where is your heart? നാം ചോദിക്കുന്ന ചോദ്യം ഇതാകുന്നു, നിങ്ങളുടെ ഹൃദയം എവിടെയായിരിക്കുന്നു? Bible says in Matthew chapter 6 verse 21, for where your treasure is, there your heart will also be. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 21-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നിന്റെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. Simply put, if you want to know where your heart is, you don't need to search any longer. Where your treasure is, there your heart will be also. അത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം എവിടെയായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എങ്ങും അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. The word treasure is actually from a Greek word thesaurus, which simply means treasure chest or a treasure room, a store room of treasure. നിക്ഷേപം എന്നുള്ള വാക്കിൻ്റെതായിട്ടുള്ള ഉത്ഭവം എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ അല്ലെങ്കിൽ യവന ഭാഷയിൽ തെസോറസ് എന്ന് പറയുന്നതായിട്ടുള്ള വാക്കിൽ നിന്നാകുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിക്ഷേപം അടങ്ങിയിരിക്കുന്ന ചെപ്പ് അല്ലെങ്കിൽ മുറി എന്നുള്ള അർത്ഥത്തിലാകുന്നു. Jesus is referring to anything that you and me highly value and therefore we like to keep it. യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് നാം വലിയ വില കൽപ്പിക്കുന്ന, വലിയ മൂല്യം കൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാകട്ടെ അത് നാം സൂക്ഷിക്കുവാൻ ശ്രമിക്കുകയുമാകുന്നു. These treasures are not something which we like to just keep it, but we would like to safeguard it, store it, and we like to protect it. ഇത് എങ്ങനെയെങ്കിലും നാം മാറ്റി വെക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു നിക്ഷേപത്തെ കുറിച്ചല്ല പറയുന്നത്. എന്നാൽ നാം വലിയ പ്രാധാന്യത്തോടുകൂടെ അതിനെ കാത്തുകൊള്ളുവാനായിട്ടും പ്രത്യേക ശ്രദ്ധയോടെ സൂക്ഷിക്കുവാനും ആഗ്രഹിക്കുന്നതാകുന്നു. So the question is, what is your treasure? അപ്പോൾ ചോദ്യം ഇതാകുന്നു, നിങ്ങളുടെ നിക്ഷേപം എന്താകുന്നു? If you were asked to list down the 5 most important things in your life, what would that be? നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള 5 പ്രധാന കാര്യങ്ങളുടേതായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുവാൻ നിങ്ങളോട് പറഞ്ഞാൽ അവ എന്തെല്ലാമായിരിക്കും? Let's try a different question. If you lived in a foreign country and there was a civil war that broke out and you were supposed to exit that country in short time, what would be the 3 possessions that you would pick up from there? അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഈ ചോദ്യത്തെ കാണാൻ ശ്രമിക്കാം. നിങ്ങൾ ഒരു വിദേശത്ത് ആകുന്നുവെങ്കിൽ അവിടെ പെട്ടെന്നൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. നിങ്ങൾക്ക് അല്പസമയത്തിനുള്ളിൽ ആ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കൈക്കലാക്കുവാൻ ശ്രമിക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ എന്തായിരിക്കും? Or else, an usual question, if your home was on fire, what would be the top 5 things that you would like to pick up and run from there? അല്ലെങ്കിൽ വളരെ സുപരിചിതമായി നാം കേൾക്കുന്ന ഒരു ചോദ്യം ഈ രീതിയിലാകാം, നിങ്ങളുടെ ഭവനം അത് തീയിലാകുന്നുവെങ്കിൽ അവിടുന്ന് നിങ്ങൾ ഇറങ്ങി ഓടുമ്പോൾ അല്ലെങ്കിൽ രക്ഷപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തായിരിക്കും? It's a good thing to do a discussion around this question at your home. And if you're sitting with your family,
Don't forget to ask this question immediately after the service. ഈ സർവീസിന് ശേഷം ഇത് തീർച്ചയായിട്ടും നല്ല ഒരു ചർച്ചയാക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ചോദ്യമാകുന്നു ഇത്. നിങ്ങളുടേതായിട്ടുള്ള കുടുംബത്തോടൊപ്പം നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ഈ ചോദ്യം ഈ സർവീസിന് ശേഷം ചോദിക്കുവാൻ നിങ്ങൾ മറക്കരുത്. I don't know what the things would be or what your list would be, but I do know those items are the ones that you really value and you treasure. നിങ്ങളുടെ ലിസ്റ്റിലുള്ള ആ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയുകയില്ല. എന്നാൽ ഒരു കാര്യം വളരെ ഉറപ്പാണ്, നിങ്ങൾ ആ കാര്യങ്ങളെ ആകുന്നു വലിയ നിക്ഷേപമായിട്ട് അല്ലെങ്കിൽ വില കൽപ്പിച്ചുകൊണ്ട് കാണുന്നത്. They are the things that you hold dear, the things that you consider essential for your happiness, for your security, and maybe for your survival too. നിങ്ങൾ വലിയ വില കൽപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതാകുന്നു. നിങ്ങളുടേതായിട്ടുള്ള നിലനിൽപ്പിനായിട്ട്, സന്തോഷത്തിനായിട്ട്, സുരക്ഷിതത്തിനായിട്ട് നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളാകുന്നു അവ. They are your treasures. അവ നിങ്ങളുടെ നിക്ഷേപമാകുന്നു. And these treasures determines your priorities. ആ നിക്ഷേപം എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള മുൻഗണനകളെ കാണിക്കുകയും ചെയ്യും. And that would determine how much energy, how much passion, how much attention and focus that you would put on those particular things. അത് വിളിച്ചു പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ മുൻഗണനകളിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടേതായിട്ടുള്ള ഊർജം, എത്രമാത്രം ആവേശം, എത്രമാത്രം സമയം നിങ്ങൾ ചെലവിടും എന്നുള്ളതിനെ കുറിച്ചെല്ലാം അത് പറയുകയാണ്. Let me share an example from the Bible, story of a man named Achan from the book of Joshua. യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കഥ നമുക്ക് ശ്രദ്ധിക്കാം. Where God instructs the children of Israel to attack Jericho, to abstain from accursed things, and to bring all silver, gold, and vessels of bronze and iron to be consecrated to the Lord into the treasury of the Lord. അവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം യെരീഖോ ആക്രമിക്കുവാനായിട്ട് പറയുകയാണ്. ശബദാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന്. Now, as they attack Jericho, one of the men, that's Achan, disobeys the command of the Lord and keeps for himself a beautiful Babylonian garment. അപ്പോൾ അവർ അപ്രകാരം ആ യെരിഹോവിനെ ആക്രമിക്കുമ്പോൾ ആഖാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള കൽപ്പന അത് ശ്രദ്ധിക്കാതെ ബാബിലോണിൽ നിന്നുള്ള ഒരു വസ്ത്രം തനിക്കായി കരുതി വെക്കുകയാണ്. 200 shekels of silver and a wedge of gold weighing 50 pounds. അതോടൊപ്പം തന്നെ 200 ഷേക്കൽ വെള്ളിയും ഒരു പൊൻകട്ടിയും. Because of this man's sin, Israel is defeated at the battle of Ai, and this man is put to death because his heart coveted for this riches. ഈ മനുഷ്യൻ്റെതായുള്ള പാപം നിമിത്തം ഇസ്രായേൽ ആ ആയി പട്ടണത്തിലുള്ള ആ യുദ്ധം തോൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ മരിച്ചു പോവുകയുമാകുന്നു. Here is a man who is from Joshua's team. യോശുവയുടേതായിട്ടുള്ള സംഘത്തിൽ നിന്ന് ഒരു മനുഷ്യനാകുന്നു ഇത്. And they just experienced a mighty work of the Lord where they blew the trumpet and the Jericho wall came down. അവരാകുന്നുവെങ്കിൽ ഒരു വലിയ ദൈവത്തിന്റെ അത്ഭുതം കണ്ടതേ ഉള്ളൂ. അവർ കാഹളം ഊതിയപ്പോൾ യെരിഹോവിന്റെ മതിലുകൾ തകർന്നിരിക്കുന്നു. And they went inside, and what Achan was not supposed to do, he did that. താൻ ചെയ്യാൻ പാടില്ലാത്തത് അവർ യെരിഹോവിൻ്റെതായിട്ടുള്ള അകത്തേക്ക് കയറുമ്പോൾ ആഖാൻ ചെയ്യുകയാണ്. Even if they're all of the same team, Achan's heart treasured something other than what it's supposed to be. അവർ ഒരേ സംഘത്തിലായിരുന്നുവെങ്കിൽ പോലും അവർ ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആഖാന്റെ ഹൃദയം ആഗ്രഹിച്ചു. We might be serving the Lord, we might be doing various activities, we might be going to the same church, but our heart can be treasuring different things. നാം ഒരേ രീതിയിൽ ഒന്നിച്ച് ശുശ്രൂഷിക്കുന്ന വ്യക്തികളായിരിക്കാം, ദൈവഭവനത്തിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തികളായിരിക്കാം, അനേക വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നാം ചെയ്യുന്നത്. എന്നാൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആകുന്നുവോ നാം ആഗ്രഹിക്കുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. And that's why scripture encourages us in Proverbs chapter 4 verse 23, above all else guard your heart, for that's the wellspring of life. അതുകൊണ്ടാകുന്നു സദൃശ്യവാക്യത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. Our heart is the control center of our life. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണ വിഭാഗം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഹൃദയമാകുന്നു. What our heart treasures, that's the direction that we will take. നമ്മുടെ ഹൃദയം എന്തിനെ വലിയ രീതിയിൽ വില കൽപ്പിക്കുന്നുവോ മാനിക്കുന്നുവോ അതാകുന്നു നമ്മുടെ ജീവിതം എടുക്കുന്ന ദിശ. And that's why Bible says guard your heart. അതുകൊണ്ടാകുന്നു വചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിച്ചുകൊള്ളുക. There's a story of a court preacher named Francois Fenelon. ഫ്രാൻസിയോ ഫെനലോൺ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ കഥയുണ്ട്. He was a court preacher for King Louis XIV in France in 17th century. 17-ാം നൂറ്റാണ്ടിൽ ലൂയി 14-ാമൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പുരോഹിതനായിരുന്നു താൻ. One Sunday when the king and his attendants
arrived at the chapel for the service, no one else were there but the preacher. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച രാജാവും തൻ്റെ പരിവാരങ്ങളും അവിടെ ചാപ്പലിൽ വന്നപ്പോൾ അവിടെ ആ പ്രസംഗകനല്ലാതെ പുരോഹിതനല്ലാതെ മറ്റാരുമില്ലായിരുന്നു. So the king demanded, what does this mean? അതുകൊണ്ട് രാജാവ് അവിടെ ചോദിക്കുകയാണ്, എന്താകുന്നു ഇതിന്റെ അർത്ഥം? So Fenelon replied, I had published that you would not come to church today in order that your majesty might see who serves God in truth and who flatters the king. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ ഫ്രാൻസിസ് ഫെനലോൺ പറയുകയാണ്, ഞാൻ സഭയോട് ഇന്ന് അറിയിച്ചിരുന്നു രാജാവ് ഇന്ന് ഇവിടെ വരികയില്ല എന്നുള്ളത്. അത് ഇതിനു വേണ്ടിയായിരുന്നു. രാജാവിന് ഇന്ന് വ്യക്തമായി മനസ്സിലാകും ആര് ദൈവത്തെ ശുശ്രൂഷിക്കുന്നു, ആര് രാജാവിനെ പൊലിപ്പിച്ച് കാര്യങ്ങൾ കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. What are we treasuring? നാം യഥാർത്ഥത്തിൽ എന്ത് നിക്ഷേപമായി കരുതുന്നു? Are we in some kind of a religious act to please somebody? നാം ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആരെങ്കിലും സന്തോഷിപ്പിക്കാനാണോ ശ്രമിക്കുന്നത്? Maybe you are attending this service maybe because to please somebody. നിങ്ങൾ ചിലപ്പോൾ ഈ സർവീസ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെ ആരെങ്കിലും സന്തോഷിപ്പിക്കാനായിരിക്കാം. Maybe it's just a Sunday ritual for you. അല്ലെങ്കിൽ ചിലപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ആചാരമായിരിക്കാം നിങ്ങൾക്ക്. But for some of you it could be because you treasure God and His presence and His word. എന്നാൽ നിങ്ങളിൽ ചിലർക്ക് അത് നിങ്ങൾ ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തെയും ദൈവവചനത്തെയും നിങ്ങൾ വലിയ രീതിയിൽ മാനിക്കുന്നത് കൊണ്ടാകുന്നു. The Lord is seeing our heart as to what we treasure. നാം എന്തിനെ നിക്ഷേപമായി കരുതുന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ വ്യക്തമായി ദൈവം കാണുകയാണ്. I believe God wants to draw our hearts to treasure things of heaven. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിച്ച് പ്രാപിക്കണമെന്നാകുന്നു. And that we learn to cultivate and nurture those treasures of heaven. സ്വർഗീയമായിട്ടുള്ള നിക്ഷേപങ്ങളെ നമുക്ക് സംഭരിക്കുവാനും അതോടൊപ്പം തന്നെ വളർത്തുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. I want to read through Matthew chapter 6 verse 16 to 24. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And as we read, please feel free to underline, highlight as the Holy Spirit prompts you. നിങ്ങൾ അത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ താല്പര്യപ്പെടുന്ന പോലെ അതിലെ പ്രത്യേക ഭാഗങ്ങൾ നിങ്ങൾ അടിവരയിടുക. And feel free to read it loud, and if you're sitting with your family, maybe one person read it loud along with us. അത് ഞങ്ങളോട് ഒന്നിച്ച് ഉറക്കെ വായിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാട്ടെ. നിങ്ങൾ കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നു ഇരിക്കുന്നതെങ്കിൽ ഒരു വ്യക്തി ഉറക്കെ വായിച്ചാട്ടെ. Let's read Matthew chapter 6 verse 16 to 24. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. Amen. The passage reveals a self-centered heart treasures something different. ആ വേദഭാഗം വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാർത്ഥമായിട്ടുള്ള ഹൃദയം മറ്റെന്തോ കാര്യങ്ങളാകുന്നു പ്രത്യേകമായിട്ട് വില കൽപ്പിക്കുന്നത്. The first thing a self-centered heart treasures is a false self-image. ഏറ്റവും ആദ്യമായിട്ട് സ്വാർത്ഥതയുള്ള എന്നിൽ തന്നെ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ഹൃദയം പ്രത്യേകമായിട്ട് നിക്ഷേപമായി കരുതുന്നത് സ്വന്തം പ്രതിച്ഛായയാകുന്നു. Like the Pharisees who put on a religious show to be shown and spoken well by others.
പരീശന്മാർ മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം അവർ ചെയ്യുന്നതായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുവാൻ തക്കവണ്ണം അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം They treasured self-image. അവർ അവരുടേതായിട്ടുള്ള പ്രതിച്ഛായയ്ക്ക് വലിയ വില കൽപ്പിക്കുകയാണ്. Apostle Paul mentions this in 2 Timothy chapter 3 verse 2 to 4 and warns us about these last days. അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഈ കാര്യം വ്യക്തമായി പരാമർശിച്ച് നമ്മെ താക്കീത് ചെയ്യുകയാണ്. And he's talking about men would be lovers of self വചനം പറയുകയാണ് അതായത് മനുഷ്യർ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരായിരിക്കും rather than lovers of God. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി. And that's so true of the world state today. അത് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്രയോ ശരിയാകുന്നു. We have heard about stories on selfie death. നാം സെൽഫി എടുക്കാൻ ശ്രമിക്കുമ്പോൾ വ്യക്തികൾ മരിച്ചു പോകുന്നതായിട്ടുള്ള കഥകൾ നാം കേൾക്കുകയാണ്. But we miss the point of a heart treasured on self. എന്നാൽ നാം അതിൽ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഹൃദയം സ്വയം കേന്ദ്രീകരിക്കുവാനായിട്ട് സ്വയം വില കൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Even that can lead to an eternal death. അത് നിത്യമായിട്ടുള്ള മരണത്തിലേക്ക് നയിക്കുവാൻ കഴിയും. So don't treasure false self-image. അതുകൊണ്ട് തെറ്റായിട്ടുള്ള സ്വന്തം പ്രതിച്ഛായയെ ശ്രദ്ധിച്ചുകൊണ്ട് നാം ജീവിക്കരുത്. So how does this manifest? ഇത് എങ്ങനെ വെളിപ്പെടുന്നു? People treasure reputation. വ്യക്തികൾ അവരുടേതായിട്ടുള്ള സൽകീർത്തിയാകുന്നു വലിയ രീതിയിൽ വില കൽപ്പിക്കുന്നത്. Or they treasure popularity. അല്ലെങ്കിൽ അവരുടെ കീർത്തിയാകുന്നു അവർക്ക് വലിയ വില കൽപ്പിക്കുന്നത്. Or they treasure people's opinion. അല്ലെങ്കിൽ വ്യക്തികളുടെ അഭിപ്രായമാകുന്നു അവർക്ക് വലിയ കാര്യം. And that's what was referred about Pharisees. ഇത് തന്നെയായിരുന്നു പരീശന്മാരെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടത്. It does not matter what's inside, but it matters on how you appear on the outside. അകത്ത് എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല, എന്നാൽ പുറമേ നിങ്ങൾ എങ്ങനെയാകുന്നു അതാകുന്നു പ്രധാനം. Bible says, be careful not to practice your righteousness in front of others to be seen by them. വചനം വ്യക്തമായി പറയുകയാണ്, നിങ്ങളുടെ നീതി മറ്റുള്ളവർക്ക് മുമ്പാകെ വിളങ്ങേണ്ടതിനല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറയുകയാണ്. I want you to think about certain activities that you do on a daily basis. നിങ്ങൾ നിരന്തരമായി ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തികളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണമേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. And think about this question, why do you do the things that you do? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ഞാൻ പ്രത്യേകമായി ചോദിക്കുകയാണ്. What is the motivation behind it? അതിന്റെ പുറകിലുള്ള പ്രചോദനം എന്താകുന്നു? Are you driven to be seen and known by others? നിങ്ങൾ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനായിട്ടും മറ്റുള്ളവരാൽ അറിയപ്പെടേണ്ടതിനുമായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയാകുന്നുവോ? Are you worried or even conscious about your image? നിങ്ങളുടെ പ്രതിച്ഛായ സംബന്ധിച്ച് നിങ്ങൾ ആകുലപ്പെടുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന വ്യക്തിയാകുന്നുവോ? Do you want people to think you are bigger than what you are? നിങ്ങൾ യഥാർത്ഥത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ കൂടിയ ഒരു വ്യക്തിയാകുന്നുവെന്നോ വലിയ വ്യക്തിയാകുന്നുവെന്നോ മറ്റുള്ളവർ ചിന്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? Maybe you're treasuring something which the Lord doesn't want you to treasure. അതിന്റെ അർത്ഥം ഇങ്ങനാകുന്നു, ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ മറ്റ് എന്തോ നിങ്ങൾ നിക്ഷേപമായി കരുതുകയാണ്. There are many people who carry the baggage of people's opinion and their approval. പല വ്യക്തികളും വ്യക്തികളുടേതായിട്ടുള്ള അഭിപ്രായവും അവരുടേതായിട്ടുള്ള അംഗീകാരവും ഒരു വലിയ ഭാണ്ഡക്കെട്ടായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. I'm sure you have heard the story of how a father and a son did everything that they could do to please others. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു പിതാവും മകനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് അവർക്ക് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്ത ഒരു കഥ. So as they were leading a donkey along a road, they were criticized not riding the donkey, so the father began to ride the donkey. അവർ ഒരു കഴുതയെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ആ കഴുതയിൽ കയറാത്തതിനെ സംബന്ധിച്ച് അവർക്ക് വലിയ വിമർശനം ലഭിക്കുകയാണ്. And as the father rode the donkey, he was criticized for making his son walk, and he rode the donkey. അപ്പോൾ പിതാവ് കഴുതപ്പുറത്ത് കയറിയപ്പോൾ മകനെ കയറ്റാതെ പിതാവ് കഴുതപ്പുറത്ത് കയറി എന്നുള്ളതിൽ പിതാവിന് വിമർശനം ലഭിക്കുകയാണ്. So he got off the donkey and he got his son to ride the donkey. അപ്പോൾ പിതാവ് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി മകനെ കഴുതപ്പുറത്ത് കയറ്റുകയാണ്. As the son rode the donkey, the people criticized for making his father walk. അപ്പോൾ മകൻ കഴുതപ്പുറത്ത് കയറി പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കും മകന് വിമർശനം ലഭിക്കുകയാണ് പിതാവിനെ കയറ്റാതിരുന്നതിനായി. Finally, both rode the donkey and they were criticized for abusing the donkey, making it carry such a heavy load. അപ്പോൾ രണ്ടുപേരും കഴുതപ്പുറത്ത് കയറിയപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കഴുതയെ ഉപദ്രവിക്കുന്നതായിരുന്നു പിന്നെ ഉള്ള വിമർശനം. അങ്ങനെ ഒരു മൃഗത്തെ ഉപദ്രവിക്കാമോ എന്നുള്ള രീതിയിൽ. The message is very clear. You cannot please everyone on this world. ഈ ഇതിലുള്ള സന്ദേശം വളരെ വ്യക്തമാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് സന്തോഷിപ്പിക്കുവാൻ കഴിയുകയില്ല. And that's why the passage talks about your Father in heaven who watches
watches you in secret is our audience of one. അതുകൊണ്ടാകുന്നു വചനം വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നിങ്ങളെ രഹസ്യത്തിൽ കാണുന്ന പിതാവാകുന്നു നാം പ്രത്യേകമായി മാനിക്കേണ്ട ആ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ കാണി. So people treasure false image. അപ്പോൾ വ്യക്തികൾ പലപ്പോഴും നിക്ഷേപമായി കരുതുന്നത് അവരുടെ തെറ്റായിട്ടുള്ള ആ പ്രതിച്ഛായയാകുന്നു. And then they treasure false identity. അതിനുശേഷം തെറ്റായിട്ടുള്ള വ്യക്തിത്വം അവർ നിക്ഷേപമായി കരുതുകയാണ്. They try and get their identity from the world's standard of possession, of wealth, and what they accumulate over years. ലോകപരമായിട്ടുള്ള നിലവാരങ്ങളായിട്ടുള്ള സമ്പത്ത്, അവർക്കുള്ള സ്വത്തുക്കൾ, ഇതെല്ലാം ആകുന്നു അവരുടേതായിട്ടുള്ള ആ വ്യക്തിത്വം എന്ന് പലപ്പോഴും അവർ ചിന്തിക്കുകയാകും. Or might be intelligence and educations. ചിലപ്പോൾ ബൗദ്ധികമായിട്ടുള്ള നിലവാരമായിരിക്കാം, വിദ്യാഭ്യാസത്തിനുള്ള നിലവാരമായിരിക്കാം. Or maybe a world's definition of success. അല്ലെങ്കിൽ ലോകപരമായ നിലവാരം ഉപയോഗിച്ചുകൊണ്ടുള്ള വിജയത്തിന്റെ നിർവചനമായിരിക്കാം. All a world's measure of performance. അല്ലെങ്കിൽ മികച്ച രീതിയിൽ ലോകപരമായ രീതിയിലുള്ള ആ പെർഫോമൻസിന്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ നിലവാരമായിരിക്കാം. If any of this impacts your identity and you're treasuring that identity, it's a false identity. ഇതിൽ ഏതെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഉള്ളടങ്ങിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ആകും നിക്ഷേപമായി കരുതിയിരിക്കുന്നത്. Bible says, do not store up for yourself treasures on earth where moth, rust, destroy, where thieves break in and steal. വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. I can assure you this false image or a false identity can have moth, rust, or thieves break in and destroy it. എനിക്ക് ഉറപ്പ് നൽകുവാൻ കഴിയും, തെറ്റായിട്ടുള്ള ഈ വ്യക്തിത്വവും തെറ്റായിട്ടുള്ള പ്രതിച്ഛായയും നിശ്ചയമായും പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലൂടെ കടന്നു പോകും. Moth does not appear harmful at all, but can destroy some very expensive fabric. ഈ പുഴുവിനെ കാണുമ്പോൾ അത് ഉപദ്രവകാരിയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നുകയില്ല. എന്നാൽ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അതിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുവാൻ ഇതിന് കഴിയും. Remember Achan who brought that Babylonian garment? Little did he know that one moth is enough to create some holes in it. അപ്പോൾ ആ ബാബിലോണിലെ ആ വസ്ത്രമെടുത്ത ആഖാനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? താൻ ചിലപ്പോൾ ഓർത്ത് കാണുകയില്ല, ഒരു പുഴു മാത്രം മതി അതിനകത്ത് ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ എന്നുള്ളത്. Story is told about Gehazi, the servant of Elisha. എലീശയുടെ ദാസനായിരിക്കുന്ന ഗഹാസിയെ കുറിച്ചുള്ള കഥ നമുക്കറിയാം. He approached Naaman in secret and asked him for a talent of silver and 2 festal garments. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാമാനെ താൻ രഹസ്യമായിട്ട് കണ്ട് വെള്ളിയും അതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും താൻ ചോദിക്കുകയാണ്. They are bound to destroy. There is no permanence in it. അതിൽ യാതൊരു നിലനിൽപ്പുമില്ല, നിത്യതയും ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാകുന്നു, അത് നശിച്ചു പോകേണ്ടവയാകുന്നു. But their heart treasured those things. എന്നാൽ ആ നശിച്ചു പോകുന്ന കാര്യങ്ങളിലും അവരുടെ ഹൃദയം അതിൽ വലിയ വില കൽപ്പിക്കുകയാണ്. Likewise rust. അതുപോലെ തന്നെ തുരുമ്പ്. It can just come in some parts of some corners of an object and slowly it can eat off that particular object. ഏതെങ്കിലും വസ്തുവിന്റെ മൂലയിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മാത്രം അവിടെ വന്നു തുടങ്ങുന്ന ഈ തുരുമ്പിന് അത് പൂർണ്ണമായി അതിനെ നശിപ്പിക്കുവാൻ കഴിയുന്നു. And today the thief comes in different sizes and shapes, physical and digital, coming all over. ഇന്ന് കള്ളന്മാരാണെങ്കിലോ വ്യത്യസ്തമായിട്ടുള്ള ഭാവത്തിൽ, രൂപത്തിൽ, ഡിജിറ്റലായും ഭൗതികമായും എല്ലാം അവർ വരികയാണ് ലോകം. Notice moth appears harmless, rust comes gradual, and thief comes suddenly. നിങ്ങൾ ഓർത്താട്ടെ, പുഴു കാണുമ്പോൾ ഉപദ്രവകാരി അല്ല എന്നുള്ള രീതിയിൽ വരുന്നു. അതോടൊപ്പം തന്നെ തുരുമ്പ് സ്വാഭാവികമായി കാലക്രമേണ അത് വളർന്നു വരികയാണ്. അതോടൊപ്പം തന്നെ കള്ളനാണെങ്കിലോ പൊടുന്നനെ വരുന്നു. But they are there to destroy false self-image and false identity. എന്നാൽ അവർ വരുന്നത് തെറ്റായിട്ടുള്ള പ്രതിച്ഛായയും തെറ്റായിട്ടുള്ള വ്യക്തിത്വത്തെയും തകർക്കുവാനാകുന്നു. Today I want to ask you, what are your treasures? ഇന്ന് നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുകയാണ് ചോദിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ നിക്ഷേപങ്ങൾ എന്തെല്ലാമാണ്? And I want to look at what does God want us to treasure. അതോടൊപ്പം തന്നെ ദൈവം നാം എന്ത് നിക്ഷേപങ്ങളായി കരുതണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. God wants us to store up for ourselves treasures in heaven. ദൈവത്തിന്റെ ആഗ്രഹം നാം നമുക്കായിട്ട് സ്വർഗ്ഗത്തിൽ നിക്ഷേപങ്ങളെ കരുതണമെന്നാകുന്നു. Where neither moth nor rust nor thief will destroy. അവിടെ പുഴുവോ തുരുമ്പോ കള്ളന്മാരോ അത് തകർക്കുകയില്ല. Praise God if you are storing up treasures in heaven. നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിക്ഷേപങ്ങളെ സംഭരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Because the Lord guarantees that it is for
permanent, it is for eternity. കാരണം ദൈവം അതിന് ഉറപ്പ് നൽകുകയാണ്, അത് നിത്യമായി നിലനിൽക്കുന്നവയാകുന്നു. And He demonstrated this for us. അത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുകയാണ്. When God looked at His people on this earth, He found that His people are His treasures. ദൈവം ലോകത്തിലുള്ള ജനത്തെ നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഈ ജനമാകുന്നു തന്റെ നിക്ഷേപം. Bible says, for you are a people holy to the Lord. വചനം പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് ഒരു വിശുദ്ധ ജനം. For the Lord your God has chosen you to be His people of His treasured possession. ദൈവത്തിൻ്റെതായിട്ടുള്ള വിലപിടിപ്പുള്ള നിക്ഷേപമാകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. You are a treasure that He is set apart. നിങ്ങൾ ദൈവം വേർതിരിച്ച് വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങളായിരിക്കുന്നു. You are a treasure that He has chosen. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടമാകുന്നു നിങ്ങൾ. You are a treasure that He is counted it holy. ദൈവം വിശുദ്ധമെന്ന് എണ്ണിയിരിക്കുന്ന നിക്ഷേപമാകുന്നു നിങ്ങൾ. You are a treasure that the Lord says, they are mine. എന്റേതെന്ന് ദൈവം എണ്ണുന്ന നിക്ഷേപമാകുന്നു നിങ്ങൾ ഓരോരുത്തരും. You are the treasure that the Lord says, they are precious to my eyes. ദൈവത്തിന്റെ കണ്ണുകൾക്ക് അമൂല്യമെന്ന് ദൈവം കരുതുന്ന നിക്ഷേപങ്ങളാകുന്നു നിങ്ങൾ ഓരോരുത്തരും. You are a treasure, the Lord says, you are a chosen race, the royal priesthood, a holy nation, a people of my own possession. ദൈവം പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതിയാകുന്നു, രാജകീയ പുരോഹിത വർഗമാകുന്നു, എനിക്ക് വേണ്ടി ഞാൻ വേർതിരിക്കുന്ന ജനമാകുന്നു. Our Lord, our Savior Jesus treasures you. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നിങ്ങളെ വിലമതിച്ച നിക്ഷേപങ്ങളായി എണ്ണുന്നു. Because you are His treasure, നിങ്ങൾ യേശുവിൻ്റെതായുള്ള നിക്ഷേപമായിരിക്കൊണ്ട് He decided to give up everything to buy you into His family. ദൈവത്തിൻ്റെതായുള്ള കുടുംബത്തിലേക്ക് നിങ്ങളെ ലഭിക്കുവാൻ തക്കവണ്ണം സകലതും നിങ്ങൾക്ക് വേണ്ടി നൽകുവാനായിട്ട് ദൈവം ഒരുങ്ങി. Parable is told about a man who found a treasure in a piece of land. ഉപമ ഇപ്രകാരം പറയുന്നു, ഒരു സ്ഥലത്ത് ഒരു വ്യക്തി അവിടെ വലിയ നിക്ഷേപത്തെ കാണുകയാണ്. That he went and sold everything and he bought that land. ആ നിക്ഷേപം അല്ലെങ്കിൽ ആ ഒരു സ്ഥലം മേടിക്കുവാൻ തക്കവണ്ണം തനിക്കുള്ള സകലത്തെയും താൻ വിറ്റു. That's exactly what Christ did for us. അത് തന്നെയാകുന്നു യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. He saw us to be His treasured possession. തന്റേതായിട്ടുള്ള നിക്ഷേപമാകുവാൻ തക്കവണ്ണം, നിധിയാകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ കണ്ടു. And He did everything to buy us and make us His own. നമ്മെ ദൈവത്തിന്റെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു സകലതും ചെയ്തു. Philippians chapter 2 says, though He was God, He did not think of equality with God as something to cling to. വചനം പറയുകയാണ്, യേശുക്രിസ്തു ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. He humbled Himself in obedience to God and died a criminal's death on a cross. തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Why? Because you were His treasured possession. എന്തുകൊണ്ട്? നിങ്ങൾ ദൈവത്തിൻ്റെതായിട്ടുള്ള നിക്ഷേപമായിരിക്കുന്നതിനാൽ. Not just He died for us and bought us into His family. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു നമ്മെ കുടുംബത്തിലേക്ക് ചേർക്കുക മാത്രമല്ല ചെയ്തത്, but He is gone to prepare a place for us so that we would be with Him for eternity. എന്നാൽ നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കി നിത്യമായി യേശുവിനോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം യേശു പോയിരിക്കുന്നു. Because He treasured things of heaven. കാരണം സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ യേശു വലിയ രീതിയിൽ വില കൽപ്പിച്ചിരിക്കുന്നു. John chapter 14 says, in my Father's house there are many dwelling places. If it were not so, I would have told you. For I go to prepare a place for you. And if I go and prepare a place for you, I will come again and receive you to myself. Where I am there, you may also be. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. Christ was storing up treasures for heaven. യേശുക്രിസ്തു സ്വർഗത്തിനായിട്ട് നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുകയാണ്. And He's asking us, nudging us this morning to realign our hearts to the things of heaven. യേശു ഇന്ന് നാം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്, സ്വർഗത്തിന്റെ ക്രമം അനുസരിച്ച് നാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാനായിട്ട്, മാറ്റുവാനായിട്ട്. If you are treasuring things of this earth like false image and false identity, the Lord wants you to make a shift and think about the treasure
treasures of heaven. നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ നിലവാരം അനുസരിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രതിച്ഛായ, തെറ്റായിട്ടുള്ളതായിട്ടുള്ള വ്യക്തിത്വം, ഈ കാര്യങ്ങളെല്ലാം നിക്ഷേപമായിട്ട് നിങ്ങൾ എണ്ണുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം നാം ആ രീതിയിൽ നിന്ന് വലിയ ഒരു മാറ്റം അതിന് കാരണമാകുവാനാകുന്നു. How can we respond to this now? ഈ സാഹചര്യത്തോട് അല്ലെങ്കിൽ ഈ വിളിയോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കുവാൻ കഴിയും? Respond to this word right away. ഈ സമയത്ത് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വചനത്തോട് പ്രതികരിക്കുക. Repent from seeking earthly treasures. ഭൗതികമായിട്ടുള്ള ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെ നിങ്ങൾ അന്വേഷിച്ചതിനെ ഓർത്ത് നിങ്ങൾ അനുതപിക്കുക. Take a minute and pray for yourself and repent for seeking earthly treasure. നിങ്ങൾ ഒരു മിനിറ്റ് എടുത്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറകെ നിങ്ങൾ പോയതിനായിട്ട്, അതിനെ നിക്ഷേപമായിട്ട് എണ്ണിയതിനായിട്ട് നിങ്ങൾ അനുതപിക്കുക. And work towards replacing some earthly treasure to heavenly treasures. അതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള നിക്ഷേപങ്ങളെ മാറ്റിവെച്ച് അതിന് പകരമായി സ്വർഗീയമായിട്ടുള്ള നിക്ഷേപങ്ങളെ വെക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. And it's not just about saying a sorry, it is about reprioritizing, rearranging and refocusing. അത് എങ്ങനെയെങ്കിലും സോറി അല്ലെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല, എന്നാൽ പുതിയ മുൻഗണനകൾ അനുസരിച്ച് ആവശ്യമായിരിക്കുന്ന പുനഃക്രമീകരണം ചെയ്യുക എന്നുള്ളതാകുന്നു. So let's talk about how do we store up treasures in heaven. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ സംസാരിക്കാം എങ്ങനെ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപങ്ങളെ കൂട്ടിവെക്കാം. The first one, treasure intimate relationship with God the Father, the Son and the Holy Spirit. ഏറ്റവും ആദ്യമായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ദൈവത്തോട് നിങ്ങൾ വളരെ അടുത്ത വ്യക്തിബന്ധത്തിലായിരിക്കുക. അത് നിക്ഷേപമായി കരുതുക. Jesus summarized the whole laws and brought it down to 2 laws. യേശുക്രിസ്തു എല്ലാ ന്യായപ്രമാണത്തെയും എല്ലാം ചുരുക്കി 2 നിയമമാക്കിയിരിക്കുന്നു. And he said the first commandment, love your God with all your heart, all your mind, with all your soul. ഏറ്റവും ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടുകൂടെയും പൂർണ്ണ ഹൃദയത്തോടുകൂടെയും സ്നേഹിക്കുക. It's undivided love to the Father, Son and the Holy Spirit. അവിടെ യാതൊരു വേർതിരിവുമില്ലാതെ മറ്റൊരു സ്ഥാനം ആർക്കും കൊടുക്കാതെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സ്നേഹം നൽകുകയാണ്. He's a real God. He's a person who is next to you. ദൈവം യഥാർത്ഥമായിട്ടുള്ള ദൈവമാകുന്നു. ദൈവം നിങ്ങളുടെ അടുക്കൽ തന്നെയുണ്ട്. And his intention he expresses in the word saying, draw near to me and I will draw near to you. ദൈവത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശം ദൈവം നമ്മോട് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. He wants to have an intimate walk with us. ദൈവത്തിന് ആഗ്രഹം നാമുമായി വളരെ അടുത്ത ആഴത്തിൽ സ്നേഹമുള്ള ഒരു നടപ്പ് ആഗ്രഹിക്കുന്നു. I want to encourage you, church, let's treasure this intimate relationship with the Father, Son and the Holy Spirit. ഞാൻ ഇന്ന് സഭയെ പ്രത്യേകമായി താല്പര്യപ്പെടുത്തുകയാണ്. ഈ പിതാവ് പുത്രന് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോട് ആഴത്തിൽ അടുത്തുള്ള ഒരു നടപ്പ്, ഒരു വ്യക്തിബന്ധം നമുക്ക് നിക്ഷേപമായി കരുതാം. If we are treasuring this relationship, let's delight in the Lord. നമുക്ക് ഈ വ്യക്തിബന്ധം നാം വലിയ ഒരു നിക്ഷേപമായി കരുതുമ്പോൾ നമുക്ക് ദൈവത്തെ വലിയ രീതിയിൽ നമുക്ക് സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കാം. Let's delight in his presence. ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തിൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കാം. Let's recognize who we are and whose we are. നാം ആരുടേതെന്നും നാം ആരെന്നും നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം. And grow in this relationship and walk with the Lord. അതോടൊപ്പം തന്നെ ഈ വ്യക്തിബന്ധത്തിൽ വളർന്ന് ദൈവത്തോടുകൂടെ നടക്കുവാൻ ശ്രദ്ധിക്കാം. It's a relationship that needs to grow over time. സമയമെടുത്തുകൊണ്ട് ആ വ്യക്തിബന്ധം വളർന്നേ മതിയാകും. And that would need investment of our time, our attention, our priorities. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സമയം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മുൻഗണനകൾ ഇതെല്ലാം നാം ശരിയായ രീതിയിൽ നാം നൽകി ക്രമീകരിച്ചേ മതിയാകും. And that's why the psalmist says, delight yourself in the Lord. അതുകൊണ്ടാകുന്നു സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കർത്താവിൽ രസിച്ചുകൊള്ളുക. It's not about just certain activities, checkbox items, quiet times. It is a personal walk with the Lord. അത് കുറെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്ത് ടിക്ക് ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല, എന്നാൽ വളരെ വ്യക്തിപരമായി ദൈവത്തോടുകൂടെ നടക്കുക എന്നുള്ള അർത്ഥത്തിലാകുന്നു. It is about seeking his face. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നതിനെ കുറിച്ചാകുന്നു. It is about treasuring that relationship with God. ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ വലിയ വില കൽപ്പിച്ച് നിക്ഷേപമായി എണ്ണുന്നതിനെ കുറിച്ചാകുന്നു. It's the hunger to know this Lord more and more. ഈ ദൈവത്തെ അധികമായി അറിയുവാൻ തക്കവണ്ണമുള്ള ആഴത്തിലുള്ള ആഗ്രഹമാകുന്നു. Today the Lord is calling you to treasure this relationship with Father. ഇന്ന് ഈ പിതാവുമായിട്ടുള്ള ആ വ്യക്തിബന്ധത്തെ ഉറപ്പിക്കുവാനായിട്ട് ആഴത്തിലേക്ക് എടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് താല്പര്യപ്പെടുത്തുകയാണ്. If you are
listening this as a family, നിങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ I want you to know God the Father is right there with you. ഞാൻ നിങ്ങൾ അറിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, പിതാവാം ദൈവം നിങ്ങളുടെ മധ്യേയുണ്ട്. If you are listening this alone wherever you are, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ഇത് ഒറ്റയ്ക്ക് ഇത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ I want you to know His right hand is around you. ഞാൻ നിങ്ങളോട് പറയട്ടെ, പിതാവാം ദൈവത്തിന്റെ വലത് കരം നിങ്ങളുടെ ചുറ്റുമുണ്ട്. He is deeply in love with you. ദൈവം നിങ്ങളെ ആഴത്തിൽ സ്നേഹിക്കുന്നു. And He is cherishing this relationship with you. ദൈവം ഈ വ്യക്തിബന്ധം നിങ്ങളുമായിട്ടുള്ളതിന് അതിനെ വലിയ വില കൽപ്പിക്കുന്നു, അതിനെ വലിയ രീതിയിൽ കാണുന്നു. He treasured you, and that's why He gave up everything to get you to be His own. നിങ്ങളെ ദൈവത്തിന്റെ നിക്ഷേപമായി ദൈവം എണ്ണുന്നത് കൊണ്ടാകുന്നു സകലതും നൽകിക്കൊണ്ട് ദൈവം നിങ്ങളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചത്. I want you to respond to His love right now. ഇന്ന് ദൈവത്തിന്റെ സ്നേഹത്തോട് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രതികരിക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായി ചോദിക്കുകയാണ്. Open your heart to fill it with the love of the Father. നിങ്ങളുടെ ഹൃദയം തുറന്ന പിതാവാം ദൈവത്തിന്റെ സ്നേഹം സ്വീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുങ്ങിയാട്ടെ. Let your heart be full of love for the Father. നിങ്ങളുടെ ഹൃദയം ദൈവത്തിനോടുള്ള പിതാവിനോടുള്ള സ്നേഹത്താൽ നിറയുമാറാകട്ടെ. Treasure this. ഞാൻ തീർച്ചയായും ഇതിനെ നിക്ഷേപമായി എണ്ണുന്നു. The second thing that the Lord wants us to treasure രണ്ടാമതായിട്ട് ദൈവം നിക്ഷേപമായി നിധിയായി എണ്ണുവാൻ ആഗ്രഹിക്കുന്നത് is His people. അത് ദൈവജനമാകുന്നു. Because the second commandment, the Lord said, രണ്ടാമതായിട്ട് ദൈവം പറഞ്ഞ കൽപ്പന, love your neighbor as yourself. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. People are His treasured possession. വ്യക്തികൾ ദൈവത്തിന്റെ നിക്ഷേപമാകുന്നു. I want you to just look around and imagine people whom God has connected you with. നിങ്ങൾക്ക് ചുറ്റും നോക്കിക്കൊണ്ട് ദൈവം നിങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികളെ ഒന്ന് നോക്കിയാട്ടെ. Your classmates, നിങ്ങളുടെ ക്ലാസ്സിലുള്ള സുഹൃത്തുക്കൾ, your people at your workplace, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള വ്യക്തികൾ, families, നിങ്ങളുടെ കുടുംബം, neighborhood. നിങ്ങളുടെ അയൽവാസികൾ. They are people whom God brought to your attention. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, നിങ്ങളുടെ വലയത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികളാകുന്നു അവർ. They are precious to God. അവർ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവരാകുന്നു. Just like you, they are His treasured possession too. നിങ്ങളെ പോലെ തന്നെ ദൈവത്തിനും അവർ ദൈവത്തിൻ്റെതായിട്ടുള്ള അമൂല്യമായിട്ടുള്ള നിധികളാകുന്നു, നിക്ഷേപങ്ങളാകുന്നു. And this morning is encouraging you, treasure these people. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി താല്പര്യപ്പെടുത്തുകയാണ്, നിങ്ങൾ അവരെയും വലിയ വിലയോടുകൂടെ നിക്ഷേപങ്ങളായി എണ്ണുക. Don't just use people, but value people. വ്യക്തികളെ നിങ്ങൾ ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്, എന്നാൽ നിങ്ങൾ അവരെ വലിയ വിലയോടുകൂടെ നിക്ഷേപമായി എണ്ണുക. Honor them. അവരെ ബഹുമാനിക്കുക, Love them. അവരെ സ്നേഹിക്കുക, Teach them. അവരെ പഠിപ്പിക്കുക, Disciple them. അവരെ ശിഷ്യപ്പെടുത്തുക, Work with them. അവരോട് ചേർന്ന് പ്രവർത്തിക്കുക. That's a treasure in heaven. അതാകുന്നു സ്വർഗത്തിലുള്ള പ്രതിഫലം അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള നിക്ഷേപം. The moth, the thief, the rest cannot impact that. അതിനെ തകർക്കുവാനായിട്ട് തുരുമ്പിനോ പുഴുവിനോ കള്ളന്മാർക്കോ കഴിയുകയില്ല. But it will take a long way with you to eternity. എന്നാൽ അത് നിത്യതയോളം നിങ്ങളോടൊപ്പം ഉണ്ടാകും. In fact, you will be storing up treasures in heaven even before you go into heaven. അത് മാത്രമല്ല, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടേതായിട്ടുള്ള നിക്ഷേപങ്ങളെ സ്വരുക്കൂട്ടി വെക്കുകയാണ്. Treasure people. വ്യക്തികളെ തീർച്ചയായും നിക്ഷേപമായി എണ്ണുക. When Jesus was reinstating Peter, യേശു പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തിയപ്പോൾ He said, Simon, son of John, do you love me? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു ചോദിക്കുകയാണ്. And he said, yes, Lord. He answered, you know I love you. പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. When that was sorted, Jesus told him, shepherd my sheep. അതിനെക്കുറിച്ച് ഒരു തീരുമാനമായപ്പോൾ യേശു പറയുകയാണ്, അങ്ങനെയെങ്കിൽ നീ എൻ്റെ ആടുകളെ മേയ്ക്ക. And Jesus did that 3 times. അത് യേശു 3 തവണ ചോദിക്കുകയാണ്. And he said, feed my sheep. എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നു. Because people are important to our Lord. കാരണം കർത്താവിന് തന്റെ ജനം ഏറ്റവും വിലമതിച്ചതാകുന്നു. I believe the Holy Spirit is nudging you right now. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളുമായി ഇടപെടുന്നു. The people around you, the Lord wants you to treasure them. നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെ നിങ്ങൾ ഏറ്റവും വലിയ നിക്ഷേപങ്ങളായി അമൂല്യമായി കരുതണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Because they are God's treasure. കാരണം അവർ ദൈവത്തിന്റെ നിധിയാകുന്ന നിക്ഷേപങ്ങളാകുന്നു. The third thing to treasure is the word of God. മൂന്നാമതായിട്ട് നാം നിക്ഷേപമായി കരുതേണ്ടത് ദൈവവചനമാകുന്നു. Bible says, thy word have I treasured in my heart that I may not sin against you. വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. Because the word of God is full of living power. കാരണം ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജീവനുള്ള ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു. It's alive and it's the
spoken word of God. അത് ജീവനുള്ളതും ദൈവത്തിന്റെ അരുളപ്പെട്ട വാക്കുമാകുന്നു. By his word he created everything. ദൈവത്തിന്റെ വചനത്താൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. And today the Lord is inspiring us, treasure his word. ഇന്ന് ദൈവം നമ്മെ പ്രത്യേകമായി താല്പര്യപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ വചനത്തെ നാം നിധിയായി നിക്ഷേപമായി കരുതുവാൻ. It's not just about reading the word because that's a ritual. അത് നാം ഒരു ആചാരം പോലെ ദൈവവചനം വായിക്കുവാനായിട്ടല്ല. It is because we treasure his word. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തെ നാം വലിയ വില കൽപ്പിച്ച് മാനിക്കുകയും നിക്ഷേപമായി എണ്ണുകയും That ചെയ്യുന്നുകൊണ്ടാണ്. we would like to go into his word, learn, memorize, meditate on his word. അങ്ങനെ ദൈവവചനത്തിലേക്ക് നാം പ്രവേശിച്ച് അതിനെ വായിച്ച് ധ്യാനിച്ച് മനഃപ്പാഠമാക്കുവാനായിട്ട് നമുക്ക് വലിയ ആഗ്രഹമുള്ള രീതിയിൽ Every word, every promise that he has declared is for us. ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദത്തവും അത് നമുക്കുള്ളതാകുന്നു. And he wants us to treasure them. അങ്ങനെ അതിനെ വലിയ വില കൽപ്പിച്ച് മാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Anything that you have to treasure, you will have to give your time and attention. നിങ്ങൾ നിധിയായി എണ്ണുന്നുവോ നിക്ഷേപമായി എണ്ണുന്നുവോ അതിന് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സമയം കൊടുത്തേ മതിയാകും. Be it in relationship with God, അത് ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമാണെങ്കിലും ശരി, or be it treasuring his people, അല്ലെങ്കിൽ ദൈവജനത്തെ കരുതുന്നതാണെങ്കിലും ശരി, or be to treasure his word. അല്ലെങ്കിൽ ദൈവജനത്തെ നിക്ഷേപമായി എണ്ണുന്നതാണെങ്കിലും ശരി, It requires for us to cultivate, nurture, store up, and then treasure it. അത് തീർച്ചയായിട്ടും നാം വിളവ് ചെയ്യുവാൻ തക്കവണ്ണവും നാം അതിനെ വളർത്തുവാനായിട്ടും സംഭരിക്കുവാനായിട്ടും സ്വരുക്കൂട്ടി വെക്കുവാനായിട്ടും നാം ആവശ്യമാകുന്നു. If the Lord is encouraging you to make some rearrangements to refocus or reprioritize on certain things in your life, I want you to respond for it right now. ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനഃക്രമീകരണം, ചില മാറ്റങ്ങൾ വരുത്തുവാനായിട്ട്, ചില ക്രമത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുവാനായിട്ടെല്ലാം താല്പര്യപ്പെടുത്തുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ അതിനോട് പ്രതികരിച്ചാട്ടെ. Because you are his treasure, നിങ്ങൾ ദൈവത്തിന്റെ നിക്ഷേപമായിരിക്കുന്നത് കൊണ്ട് he wants you to treasure things of heaven. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ നിധിയായി എണ്ണണമെന്നാണ്. And he's asking you for your undivided attention and your undivided heart. അതോടൊപ്പം തന്നെ മറ്റൊന്നിനും സ്ഥാനം കൊടുക്കാത്തതായിട്ടുള്ള നിങ്ങളുടെ ശ്രദ്ധയും ഹൃദയവും ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. And that's why the passage ends up telling that you cannot serve God and wealth. അതുകൊണ്ടാകുന്നു ഈ വേദഭാഗം അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. You cannot have two masters in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ രണ്ട് യജമാനന്മാർ നിങ്ങൾക്ക് അത് കഴിയുകയില്ല. He's asking us with all our heart to love, to treasure what really matters. നാം ശരിയായിട്ടുള്ള കാര്യത്തെ അതിന് പ്രാധാന്യമുണ്ടോ അതിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ നാം മാനിക്കുവാനും സ്നേഹിക്കുവാനും നിധിയായി എണ്ണുവാനുമായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. I want to encourage you to take time and respond to this word. ഈ വചനത്തോട് നിങ്ങൾ സമയമെടുത്ത് പ്രതികരിക്കണമേ എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ താല്പര്യപ്പെടുത്തുകയാണ്. Treasure things of heaven. സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ വലിയ നിധിയായി നിക്ഷേപമായി നിങ്ങൾ കരുതുക. Make those changes in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ അത് നടപ്പിലാക്കുക. That will take us a long way. അത് നമ്മളെ തീർച്ചയായും ദീർഘദൂരം കൊണ്ടുപോകും. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.